പലരുടെ ഒരു പ്രധാന സംശയമാണ്. ഇതുപോലെ 2 നെക്ക് ലെങ്ത് വരുമ്പോൾ നമുക്ക് ബാക്കിൽ എന്തെങ്കിലും അഡീഷണൽ ഒരു ഹോളോ കാര്യങ്ങളൊക്കെ ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ഈ ഒരു നെക്ക് ലെങ്തിനെ ബേസ് ചെയ്തിട്ടാണോ, അതായത് മൊത്തത്തിൽ ഈ ഒരു ലെങ്ത് വരുമല്ലോ ഹോളിന്റെ ലെങ്ത്, അതിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഷോൾഡർ കാൽക്കുലേഷൻ നടത്തുന്നുള്ളത്. എപ്പോഴും നമുക്ക് ഇതുപോലെ ഹോളോ കാര്യങ്ങൾ എന്ത് വന്നാലും നമുക്ക് ആദ്യത്തെ ഈ ഒരു നെക്ക് ലെങ്ത് ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾ ഇനി മൊത്തത്തിൽ ഇങ്ങനെ നെക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ പോലെ കൊടുക്കുകയോ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ആദ്യത്തെ നെക്ക് ലെങ്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഷോൾഡർ കാൽക്കുലേഷൻ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട്. ബാക്കിലത്തെ നമ്മുടെ നെക്ക് ലെങ്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഈ ഒരു ബ്ലൗസ് പാറ്റേണിൽ ബാക്കിലെ ഡിസൈൻ കണ്ടല്ലോ, നോർമലി ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചിലോ ഇതുപോലെ ആദ്യത്തെ നെക്ക് ലെങ്ത് കൊടുക്കുന്നു, അതിനുള്ളിലായിട്ട് നമ്മളൊരു ഡിസൈൻ കൊടുക്കുന്നു. ആ ഡിസൈൻ്റെ വിട്ടും ലെങ്തും നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. തുമ്പലത്തേക്കാളും സുന്ദരിയാണെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിലത്തെ നെക്ക് ലെങ്ത് എടുക്കും. ഇപ്പോൾ ബാക്കിലത്തെ നെക്ക് ലെങ്ത് മനസ്സിലായില്ല, നമുക്ക് ഫ്രണ്ടിലത്തെ നെക്ക് ലെങ്ത് എടുക്കും. ഇതേ നോക്കിയാൽ മസബ കട്ടിങ്ങിൻ്റെ ഈ ഒരു, അതായത് ആ ഡോറിയാണല്ലേ നമുക്ക് ആ ഒരു ബ്ലൗസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ട്രെൻഡിങ് ആണ് അല്ലേ, ഒത്തിരി ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഇത് നമ്മൾ നെക്ക് ലെങ്ത് എടുക്കുമ്പോൾ ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു ഡീപ്പ് കണ്ടോ, ഈ ഒരു ഡീപ്പിൻ്റെ ലെങ്ത് വേണം നമ്മൾ എടുക്കാനായിട്ട്. Anywhere at any time through online. Estech, made to create, share to inspire.